പൊന്നാനിയിൽ നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടൊരു ഫ്ലെക്സ് ബോർഡ് ഉയർന്നിട്ടുണ്ട്. പൊന്നാനി മണ്ഡലത്തിലെ പുതുപ്പൊന്നാനി 44-ാം വാർഡ് സഖാക്കൾ എന്ന പേരിലാണ് ആ പോസ്റ്റർ. ചെഗുവേരയുടെയും VS അച്യുതാനന്ദന്റെയും ചിത്രത്തോടൊപ്പമാണ് പോസ്റ്റർ വെച്ചിരിക്കുന്നത്. MK സക്കീറിനെ LDF സ്ഥാനാർത്ഥിയാക്കിയതിൽ വലിയ പ്രതിഷേധം ഈ പൊന്നാനിയിൽ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. സോണൽ കൃഷിയുണ്ട് നമുക്കൊപ്പം പൊന്നാനിയിൽ നിന്ന്. സോണൽ എവിടെയാണ്? സോണൽ പുറത്താണ്. അപ്പോൾ സോണൽ കൃഷ, നമുക്ക് പൊന്നാനിയിൽ നിന്ന് വരുന്ന വാർത്ത LDFനെ സംബന്ധിച്ച് അല്പം ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ്. സക്കീറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയതിൽ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു വിഭാഗം കടുത്ത അതൃപ്തി അന്ന് രേഖപ്പെടുത്തിയിരുന്നതാണ്. സാധാരണ പൊന്നാനിയിൽ ഈ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എണ്ണയിട്ട യന്ത്രം പോലെ പോകുന്നതാണ് സംവിധാനം. പൊന്നാനിയിൽ ഇപ്പോൾ ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതും സഖാക്കളുടെ പോസ്റ്റാണ് എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലാണ്. എന്താണ് ആ ഫ്ലെക്സിൽ പറയുന്നത്? ആ ഫ്ലെക്സിന് പിന്നിൽ ആരാണ്? സോണൽ കൃഷ, ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. പ്രധാനമായി പറയേണ്ടത് മലപ്പുറം ജില്ലയിലെ ഇടതുപക്ഷത്തിന്റെ ചേർന്ന് നിൽക്കില്ല, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു മണ്ഡലം അത് പൊന്നാനിയാണ്. ആ പൊന്നാനിയിൽ കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ CPM-നകത്ത് പലതരത്തിലുള്ള വിഭാഗീയത ഉടലെടുക്കുന്ന സാഹചര്യം. ഇപ്പോഴത് മറ്റൊരു തലത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. എന്തായാലും പുതുപ്പൊന്നാനിയിലെ 44-ാം വാർഡ് സഖാക്കൾ എന്ന പേരിലാണ് പുതിയൊരു ഫ്ലക്സ് പൊന്തിയിട്ടുള്ളത് എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. ഇതിൽ ഒരു ഭീഷണിയുടെ സ്വരം അല്ലെങ്കിൽ ഒരു നിർദ്ദേശത്തിൻ്റെ സ്വരം കൂടി ഈ ഫ്ലക്സിലുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ആ ഫ്ലക്സിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: അടിമകളാകാൻ ഞങ്ങളില്ല, ഞങ്ങൾ ചങ്ങലകളാൽ ബന്ധനസ്ഥരല്ല, തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വോട്ട് നോട്ടയ്ക്ക്. ജനങ്ങളുടെ ശബ്ദത്തെ അവഗണിക്കുന്ന ഏതൊരു പ്രസ്ഥാനവും പരാജയത്തിൻ്റെ വരികൾ വായിക്കാൻ നിർബന്ധിതരാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഈ ഫ്ലക്സുകളോട് കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് ആ പ്രാദേശിക തലത്തിലുള്ള ആളുകൾ എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായി പറഞ്ഞു വെക്കേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു മൃദു സ്വഭാവമുള്ള പോസ്റ്ററുകളാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇപ്പോൾ കൃത്യമായി നിർദ്ദേശം നൽകുന്ന, ഒരു വാണിംഗ് നൽകുന്ന രീതിയിലുള്ള പോസ്റ്ററുകളിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു എന്നുള്ളത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് LDFനെ സംബന്ധിച്ച് നമുക്കറിയാം. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ തിരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന സമയത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ ഭൂരിപക്ഷത്തോടു കൂടി അവിടെ ഇടത് സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുന്നൊരു മണ്ഡലമായി നമ്മൾ പൊന്നാനിയെ കാണുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ സാഹചര്യം എതിർ സ്ഥാനാർത്ഥി അല്പം കരുത്തനാണ്, നൗഷാദ് അലി. അതുകൊണ്ട് തന്നെ ഒരു ആശങ്ക CPM-നെ സംബന്ധിച്ച്, LDFനെ സംബന്ധിച്ച് പൊന്നാനിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും ഒഴിച്ചുകൂടാനാകാത്ത ആ കാര്യമാണ്. എന്തായാലും പ്രാദേശിക തലത്തിൽ UDF ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം വിഭാഗീയത നിലനിൽക്കുന്നുണ്ട് CPM-നകത്ത് എന്നുള്ളതാണ്. അത് തെളിയിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള ഫ്ലക്സ് ബോർഡുകൾ വരുന്നത്. ഈ ഫ്ലക്സിലുള്ളത് ചെഗുവേരയുടെയും VS അച്യുതാനന്ദന്റെയും പടങ്ങളാണ് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും നോട്ടയ്ക്ക് കുത്തുക എന്നുള്ള ഒരു ആഹ്വാനത്തോട് കൂടിയിട്ടാണ് ഫ്ലക്സ് ബോർഡ് വന്നിട്ടുള്ളത്. തീരദേശ മേഖലയിലാണ് ഇത്തരം വിഭാഗീയത ഉടലെടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന നിർദ്ദേശം. എന്തായാലും TM സിദ്ദിഖുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് മറ്റൊരു തലത്തിലേക്ക് മാറുന്നത് എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടി വരും. മണ്ഡലം സെക്രട്ടറി ആയിരുന്ന TM സിദ്ദിഖിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളതായിരുന്നു ആ പ്രദേശവാസികളുടെയും പ്രദേശത്തുള്ളവരുടെയും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. പക്ഷേ സ്വരാജ് മാറിയതോടുകൂടി TM സിദ്ദിഖ് തന്നെ ആയിരിക്കും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എന്ന് പരിഗണിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് സക്കീറിന്റെ ഒരു സ്ഥാനാർത്ഥിത്വം സംസ്ഥാന നേതൃത്വം നിർദ്ദേശിക്കുന്നത്. അങ്ങനെ ഇരിക്കെയാണ് പിന്നീട് അതിൽ അതൃപ്തി പ്രകടിപ്പിച്ച TM സിദ്ദിഖ് പക്ഷം പാർട്ടിക്കുള്ളിൽ തന്നെ അതൃപ്തി പ്രകടിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അതിന് പിന്നാലെ പൊന്നാനിയുടെ പല ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള പോസ്റ്ററുകളും ഫ്ലക്സുകളും നമ്മൾ കണ്ടു. ഇപ്പോഴിതാ കടുത്ത നിർദ്ദേശത്തിന്റെ ഭാഗത്തിൽ കൂടി ഒരു പോസ്റ്റർ വന്നിരിക്കുന്നു, ഒരു ഫ്ലക്സ് ബോർഡ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ച്, LDFനെ സംബന്ധിച്ച് അല്പം ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഇത്തവണ പൊന്നാനി ഇടതുപക്ഷത്തിനൊപ്പം ചേർത്ത് നിൽക്കാതെ UDFനൊപ്പം ചേർന്ന് നിൽക്കും, അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളതായിരുന്നു UDF ക്യാമ്പുകൾ നൽകുന്ന വിവരം. പക്ഷേ അതിനെ മറികടക്കാൻ തങ്ങൾക്ക് കഴിയും, ഒരു വിഭാഗീയതയുമില്ല എന്നുള്ളത് സക്കീർ ഉൾപ്പെടെ നമ്മളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു ഫ്ലക്സ് ബോർഡ് കൂടി വന്നത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അരുൺകുമാർ.